വരണ്ടുണങ്ങിപ്പോവുമായിരുന്ന ഒരു ചെടിയുടെ കൂമ്പിൽ ഒരു നേർത്ത മഞ്ഞുകണം വീണപ്പോൾ അത് തളിരിട്ട് വളരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് മുഹമ്മദ് അസദ് തന്റെ വിശ്വപ്രസിദ്ധമായ റോഡ് ടു മക്കയിൽ. ആത്മഹത്യാ പ്രിവെൻഷൻ, സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയെ കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മ വന്നത് അതുതന്നെയായിരുന്നു. ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആലോചിക്കുന്നവരുടെ അടുത്ത് സാരമില്ല, എല്ലാം ഓക്കെ ആവും എന്ന ഒരൊറ്റ വാക്ക് മതിയാവും ഒരു പക്ഷേ ഇങ്ങനെ തളിരിട്ട് വളരാൻ. അങ്ങനെ പറയാൻ ആളുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് ഇപ്പോൾ ആത്മഹത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആത്മഹത്യകൾ പരിഹാരമല്ല, ജീവിക്കൽ തന്നെയാണ് ധീരതയെന്നും ഏതു പ്രശ്നങ്ങളുടെയും അപ്പുറത്ത് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു പ്രഭാതം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നിടത്ത് പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ നമ്മുടെ മനസ്സിൽ തളിരിടും. രാത്രി കഴിഞ്ഞ് വീണ്ടും സൂര്യൻ ഉദിച്ച് പ്രഭാതമുണ്ടാവുന്നത് പോലെ ഒരു നല്ല കാലം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിച്ചാൽ നമ്മൾ തന്നെയായിരിക്കും വിജയികൾ. തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുതന്നെയാണല്ലോ പ്രകൃതി നിയമവും. ആത്മഹത്യയിലേക്കോ ജീവിതം അവസാനിപ്പിക്കുന്നിടത്തേക്കോ നിരാശാബോധത്തിലേക്കോ നമ്മൾ പോവാതെ നമ്മൾ മനസ്സു തുറന്ന് സംസാരിക്കുക. നമ്മുടെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകുകയും ചെയ്യും. വരണ്ടുണങ്ങിപ്പോവുമായിരുന്ന ഒരു ചെടിയുടെ കൂമ്പിൽ ഒരു നേർത്ത മഞ്ഞുകണം വീണപ്പോൾ അത് തളിരിട്ട് വളരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് മുഹമ്മദ് അസദ് തന്റെ വിശ്വപ്രസിദ്ധമായ റോഡ് ടു മക്കയിൽ. ആത്മഹത്യാ പ്രിവെൻഷൻ, സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയെ കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മ വന്നത് അതുതന്നെയായിരുന്നു. ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആലോചിക്കുന്നവരുടെ അടുത്ത് സാരമില്ല, എല്ലാം ഓക്കെ ആവും എന്ന ഒരൊറ്റ വാക്ക് മതിയാവും ഒരു പക്ഷേ ഇങ്ങനെ തളിരിട്ട് വളരാൻ. അങ്ങനെ പറയാൻ ആളുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് ഇപ്പോൾ ആത്മഹത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആത്മഹത്യകൾ പരിഹാരമല്ല, ജീവിക്കൽ തന്നെയാണ് ധീരതയെന്നും ഏതു പ്രശ്നങ്ങളുടെയും അപ്പുറത്ത് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു പ്രഭാതം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നിടത്ത് പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ നമ്മുടെ മനസ്സിൽ തളിരിടും. രാത്രി കഴിഞ്ഞ് വീണ്ടും സൂര്യൻ ഉദിച്ച് പ്രഭാതമുണ്ടാവുന്നത് പോലെ ഒരു നല്ല കാലം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിച്ചാൽ നമ്മൾ തന്നെയായിരിക്കും വിജയികൾ. തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുതന്നെയാണല്ലോ പ്രകൃതി നിയമവും. ആത്മഹത്യയിലേക്കോ ജീവിതം അവസാനിപ്പിക്കുന്നിടത്ത്